നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്നത്തെ ഈ ജ്യോതിഷ വീഡിയോ ഇടവൻ രാശിക്കാർക്ക് വേണ്ടിയുള്ളതാണ്. 2026 മെയ് മാസം ഇടവൻ രാശിക്കാർക്ക് എങ്ങനെയായിരിക്കും? നിങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, പ്രണയം, ദാമ്പത്യം, ഭാഗ്യം, കരിയർ, ബിസിനസ് എന്നിങ്ങനെ ഓരോ കാര്യത്തെക്കുറിച്ചും നമുക്ക് വിശദമായി നോക്കാം. നിങ്ങളുടെ ജന്മരാശിയിൽ ശുക്രൻ സ്ഥിതി ചെയ്യുന്നു. 2ാം ഭാവത്തിൽ വ്യാഴം, 4ാം ഭാവത്തിൽ കേതു, 10ാം ഭാവത്തിൽ രാഹു, 11ാം ഭാവത്തിൽ ശനിയും ചൊവ്വയും, 12ാം ഭാവത്തിൽ സൂര്യനോടൊപ്പം ബുധനും സ്ഥിതി ചെയ്യുന്നു. 2026 മെയ് മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മെയ് 11 ചൊവ്വ മേടം രാശിയിലേക്ക് മാറുന്നു. മെയ് 14 ശുക്രൻ മിഥുനൻ രാശിയിലേക്ക് മാറുന്നു. മെയ് 15 സൂര്യനും ബുധനും ഇടവൻ രാശിയിലേക്ക് മാറുന്നു. നിങ്ങളുടെ ജാതകത്തിലെ 5ാം ഭാവമാണ് അറിവിനെ നിയന്ത്രിക്കുന്നത്. ഈ മാസത്തെ ഗ്രഹനില അനുസരിച്ച് മെയ് പകുതിയോടെ വലിയ മാറ്റങ്ങൾ ഈ മേഖലയിൽ സംഭവിക്കാൻ പോകുന്നു. വിദ്യാഭ്യാസത്തിന്റെ അധിപനായ ബുധൻ ഈ മാസം 15 വരെ അല്പം തളർന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. മെയ് 15 വരെ ബുധൻ 12ാം ഭാവത്തിലായതുകൊണ്ട് പഠിക്കാനിരിക്കുമ്പോൾ ശ്രദ്ധ മാറാനും അനാവശ്യ ചിന്തകൾ വരാനും സാധ്യതയുണ്ട്. എത്ര ശ്രമിച്ചാലും കാര്യങ്ങൾ തലയിൽ കയറാത്ത പോലെ തോന്നാം. മെയ് 15 ബുധൻ നിങ്ങളുടെ ജന്മരാശിയിലേക്ക് എത്തുന്നതോടെ സ്ഥിതി മാറും. നിങ്ങളുടെ ബുദ്ധി തെളിയുകയും പഠനത്തിൽ നല്ല ഏകാഗ്രത ലഭിക്കുകയും ചെയ്യും. പുതിയ കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാനോ പരീക്ഷകൾ എഴുതാനോ ഏറ്റവും നല്ല സമയം മെയ് 15 ശേഷമുള്ള ദിവസങ്ങളാണ്. ഈ സമയത്ത് നിങ്ങളുടെ തീരുമാനങ്ങൾ കൂടുതൽ കൃത്യമായിരിക്കും. ശനി, ചൊവ്വ എന്നീ കടുപ്പമേറിയ ഗ്രഹങ്ങളുടെ സ്വാധീനം നിങ്ങളുടെ പ്രണയഭാവത്തിലുണ്ട്. ഇതിന്റെ ഫലമായി നിങ്ങളുടെ പങ്കാളിക്ക് പെട്ടെന്ന് ദേഷ്യം വരാനോ അനാവശ്യ കാര്യങ്ങൾക്ക് വാശി പിടിക്കാനോ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ പെരുമാറുന്നതെന്ന് നിങ്ങൾക്കോ അല്ലെങ്കിൽ അവർക്കോ പോലും ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇത് ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ടുണ്ടാകുന്ന വൈകാരികമായ മാറ്റങ്ങളാണ്. മെയ് 15 വരെ ബന്ധങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഈ സമയത്ത് തിരിച്ചു പ്രതികരിക്കാതെ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിക്കണം. മെയ് 15 കഴിഞ്ഞ് ബുധൻ ജന്മരാശിയിലെത്തുന്നതോടെ നിങ്ങളുടെ സംസാരത്തിലും ചിന്തയിലും തെളിച്ചം വരും. അതോടെ പങ്കാളിയുമായുള്ള തെറ്റിദ്ധാരണകൾ മാറുകയും ബന്ധം കൂടുതൽ ദൃഢമാവുകയും ചെയ്യും. വിവാഹ ജീവിതത്തിലെ സന്തോഷത്തെയും പങ്കാളിയുമായുള്ള ഐക്യത്തെയും കുറിച്ചറിയാൻ ജ്യോതിഷത്തിൽ 7ാം ഭാവമാണ് പരിശോധിക്കുന്നത്. ഈ മെയ് മാസം നിങ്ങൾക്ക് ദാമ്പത്യത്തിൽ വളരെ നല്ല അനുഭവങ്ങളാണ് കാത്തിരിക്കുന്നത്. ഇടവൻ രാശിക്കാരുടെ 7ാം ഭാവത്തിന്റെ അധിപൻ ചൊവ്വയാണ്. ഇപ്പോൾ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഗ്രഹമായ ശുക്രൻ നിങ്ങളുടെ 7ാം ഭാവത്തെ ദൃഷ്ടി ചെയ്യുന്നു. ദമ്പതികൾക്കിടയിൽ മികച്ച രീതിയിലുള്ള സ്നേഹവും അടുപ്പവും ഉണ്ടാകും. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ പരസ്പരം താങ്ങായി നിൽക്കാനും വിട്ടുവീഴ്ചകൾ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. മനസ്സിലെ വിഷമങ്ങൾ പങ്കുവെക്കാനും അത് പരിഹരിക്കാനും പറ്റിയ സമയമാണിത്. മെയ് 11 ചൊവ്വയുടെ രാശിമാറ്റം സംഭവിക്കുന്നു. ഇതിനുശേഷം നിങ്ങളുടെ ദാമ്പത്യത്തിൽ കൂടുതൽ സജീവമായ ചില മാറ്റങ്ങൾ വരും. പങ്കാളിയുമായി ചേർന്ന് മനോഹരമായ യാത്രകൾ പോകാൻ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. ജോലി തിരക്കുകൾക്കിടയിലും ഒന്നിച്ച് സമയം ചെലവഴിക്കാൻ ഇത് സഹായിക്കും. ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ വീട്ടിലെ വിശേഷങ്ങൾക്കോ കല്യാണം പോലുള്ള ചടങ്ങുകൾക്കോ ഒന്നിച്ചു പോകാൻ അവസരം ലഭിക്കും. ഇത് കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കും. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ജീവിത പങ്കാളിക്കും ഈ മാസം വളരെ ഭാഗ്യകരമാണ്. നിങ്ങളുടെ പങ്കാളിയുടെ തൊഴിൽ മേഖലയിലോ വ്യക്തി ജീവിതത്തിലോ പുതിയ മികച്ച അവസരങ്ങൾ വന്നെത്തും. അവർ പുതിയ എന്തെങ്കിലും സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനനുകൂലമായ സാഹചര്യങ്ങൾ ഈ മാസം പകുതിയോടെ തെളിഞ്ഞു വരും. അവരുടെ വളർച്ചയിൽ നിങ്ങൾക്കും വലിയ സന്തോഷം ലഭിക്കും. ചുരുക്കത്തിൽ ചെറിയ തർക്കങ്ങൾ പോലുമില്ലാതെ പരസ്പര ബഹുമാനത്തോടെ മുന്നോട്ടു പോകാൻ കഴിയുന്ന ഒരു മാസമാണിത്. ഈ മെയ് മാസം നിങ്ങളുടെ കരിയറിലും ബിസിനസ്സിലും ഗ്രഹങ്ങളുടെ ചില സവിശേഷമായ സ്വാധീനം ഉണ്ടായിരിക്കും. നിങ്ങളുടെ 10ാം ഭാവത്തിൽ അഥവാ കർമ്മഭാവത്തിൽ രാഹു നിൽക്കുന്ന ഒരു സമയമാണിത്. രാഹുവിന്റെ ഈ നിൽപ്പ് നിങ്ങളെ ജോലിയിൽ വളരെ തന്ത്രശാലിയാക്കും. പണ്ട് ചെയ്തതുപോലെ കഠിനമായി ശരീരം തളർത്തി ജോലി ചെയ്യുന്നതിനു പകരം കുറഞ്ഞ സമയത്തിനുള്ളിൽ ബുദ്ധിപരമായ തന്ത്രങ്ങളിലൂടെ
കാര്യങ്ങൾ പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പുതിയ ഐഡിയകൾ കണ്ടെത്താനും ഓഫീസിലെ പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കാനും നിങ്ങളുടെ ഈ സ്മാർട്ട് ചിന്താഗതി സഹായിക്കും. നിങ്ങൾ രാഷ്ട്രീയത്തിലോ പൊതുപ്രവർത്തനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിന്റെ നേതൃസ്ഥാനത്തോ ഉള്ള വ്യക്തിയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമാണ്. ജനപിന്തുണ നേടാനും നിങ്ങളുടെ തീരുമാനങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കാനും രാഹുവിന്റെ സഹായമുണ്ടാകും. കുറുക്കുവഴികൾ ഒഴിവാക്കണം. രാഹു തന്ത്രങ്ങൾ തരുമെങ്കിലും ഒപ്പം ചില ചതിക്കുഴികളും ഒരുക്കും. പെട്ടെന്ന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി തെറ്റായ രീതികളോ ഷോർട്ട് കട്ടുകളോ സ്വീകരിക്കാൻ തോന്നും. എന്നാൽ ഇത്തരത്തിലുള്ള കുറുക്കുവഴികൾ നിങ്ങളുടെ ജോലിയെ തന്നെ ദോഷകരമായി ബാധിച്ചേക്കാം. അതുകൊണ്ട് സത്യസന്ധമായ വഴിയിലൂടെ മാത്രം നീങ്ങുക. നിങ്ങളുടെ 11ാം ഭാവത്തിൽ ശനി സ്ഥിതി ചെയ്യുന്നുണ്ട്. ജ്യോതിഷത്തിൽ ശനി എപ്പോഴും നീതിയുടെയും അച്ചടക്കത്തിന്റെയും ഗ്രഹമാണ്. ജോലിസ്ഥലത്തും വ്യക്തിജീവിതത്തിലും കൃത്യനിഷ്ഠ പാലിക്കേണ്ടത് വളരെ പ്രധാനമാണ്. മടിയും അലസതയും കാണിച്ചാൽ ശനിയിൽ നിന്നും ദോഷഫലങ്ങൾ ഉണ്ടായേക്കാം. നിയമങ്ങൾ പാലിച്ച് മുന്നോട്ടു പോയാൽ ശനി നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ നൽകും. ജോലിയിൽ പ്രമോഷനോ ശമ്പള വർധനവോ കാത്തിരിക്കുന്നവർക്ക് ഈ മാസം നല്ല വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കഴിവിനുള്ള അംഗീകാരം മേലുദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കാൻ സാഹചര്യമൊരുങ്ങും. ബിസിനസ് ചെയ്യുന്നവർക്ക് മെയ് പകുതി വരെ അല്പം മന്ദഗതിയിലായിരിക്കും കാര്യങ്ങൾ. എന്നാൽ മെയ് 15 ശേഷം സ്ഥിതി മാറും. പുതിയ ഓർഡറുകൾ ലഭിക്കാനും പഴയ കുടിശ്ശികകൾ പിരിഞ്ഞു കിട്ടാനും സാധ്യതയുണ്ട്. ബിസിനസ് വികസിപ്പിക്കാനോ പുതിയ നിക്ഷേപങ്ങൾ നടത്താനോ ആഗ്രഹിക്കുന്നവർക്ക് മെയ് 15 ശേഷമുള്ള സമയം വളരെ അനുയോജ്യമാണ്. ഈ മെയ് മാസം നിങ്ങളുടെ ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ ഒരു സമയമാണ്. ജ്യോതിഷത്തിൽ 1ാം ഭാവം എന്നത് നിങ്ങളുടെ ശരീരത്തെയും രോഗപ്രതിരോധ ശേഷിയെയും സൂചിപ്പിക്കുന്ന ഇടമാണ്. ഇടവൻ രാശിക്കാരുടെ ഈ ഭാവത്തിന്റെ അധിപൻ ശുക്രനാണ്. നിലവിൽ ശുക്രൻ നിങ്ങളുടെ ജന്മരാശിയിൽ തന്നെ, അതായത് 1ാം ഭാവത്തിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് അസുഖങ്ങളെ പ്രതിരോധിക്കാനുള്ള നല്ല കരുത്തുണ്ടാകും. മെയ് 14 വരെ ഈ ഗുണകരമായ അവസ്ഥ തുടരും. അതിനുശേഷം ശുക്രൻ അടുത്ത സ്ഥാനത്തേക്ക് മാറുമെങ്കിലും ഭയപ്പെടാനൊന്നുമില്ല. ശുക്രൻ നിങ്ങളുടെ 1ാം ഭാവത്തിൽ നിൽക്കുന്നത് വഴി മാളവ്യ രാജയോഗമെന്ന സവിശേഷമായ ഒരു അവസ്ഥയുണ്ടാകുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് അസാധാരണമായ ഉന്മേഷവും ആത്മവിശ്വാസവും നൽകും. കഠിനമായ ജോലികൾ ചെയ്യാൻ പോലും ശരീരം നിങ്ങളെ അനുവദിക്കുന്ന ഒരു പവർഫുൾ സമയമാണിത്. ചുരുക്കത്തിൽ ഈ മാസം നിങ്ങളുടെ ആരോഗ്യം വളരെ മികച്ച നിലയിലായിരിക്കും. എല്ലാം നല്ലതാണെങ്കിലും ബുധൻ 12ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ചില കാര്യങ്ങളിൽ മുൻകരുതൽ എടുക്കുന്നത് നന്നായിരിക്കും. മെയ് 15 വരെ ചർമ്മത്തിൽ ചെറിയ അലർജികൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചർമ്മത്തിന്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധ വേണം. ജ്യോതിഷമനുസരിച്ച് ഗ്രഹങ്ങളുടെ ഊർജം നമുക്ക് അനുകൂലമാക്കാൻ ചില മന്ത്രങ്ങളും പ്രവൃത്തികളും സഹായിക്കും. നിങ്ങളുടെ രാശിയുടെ അധിപനായ ശുക്രനെ പ്രീതിപ്പെടുത്തുന്നത് സമ്പത്തും ഐശ്വര്യവും വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ശുക്രസ്തോത്രം ദിവസവും 108 തവണ ജപിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും ദാമ്പത്യത്തിൽ കൂടുതൽ സ്നേഹവും കൊണ്ടുവരാൻ സഹായിക്കും. ജോലിയിലും ബിസിനസ്സിലും തടസ്സങ്ങൾ ഒഴിവാക്കാൻ ശനീശ്വര സ്തോത്രം ദിവസവും 108 തവണ ജപിക്കുക. ഈ കാര്യങ്ങൾ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ചെയ്യുകയാണെങ്കിൽ വരാനിരിക്കുന്ന മാസത്തിൽ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടും. ഈ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത്തരം കൂടുതൽ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.